ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റും തക്കാളിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് സവാള. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നല്ലെണ്ണ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുത്തത്. ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നപ്പോൾ 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ച സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് വാടി വരണം. ഒരുപാട് മൂത്ത് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇപ്പൊ ഇതായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ തക്കാളിയും ഒന്ന് വെന്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ മൂടി വെച്ച് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിന്റെയും തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ചൂടാറി വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇത് തരി തരിയായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളവും ചേർത്ത് അരച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ചമ്മന്തി നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഈ ചമ്മന്തിയിലോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1-2 ടീസ്പൂൺ നല്ലെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 ടീസ്പൂൺ കടുകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ചമ്മന്തി അരച്ചപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ചമ്മന്തിയൊക്കെ തയ്യാറാക്കി കൊടുക്കാം. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്